ഈ 10 ലക്ഷണങ്ങളുള്ളവരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. അവർ നിങ്ങളെ ചതിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേര് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, ചതിച്ചിട്ടുണ്ടാവാം. ആ സമയത്തൊക്കെ നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ആ വ്യക്തി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്ന്. ഈ വീഡിയോ കാണുന്നതിലൂടെ ഇങ്ങനെ നമ്മളെ ചീറ്റ് ചെയ്യുന്നവരുടെ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 9ാമത്തെ പോയിന്റ് ഒരു സൈലന്റ് കില്ലറാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ മാച്ച് ആവില്ല. ഇവര് പല കാര്യങ്ങളും പറയും, പക്ഷേ ഇവരുടെ പ്രവൃത്തി അങ്ങനെയൊന്നും ആവില്ല. അതുപോലെ തന്നെ ഇവരുടെ സംസാരം നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇവർ ശരിക്കും ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കും നമ്മൾ. 2ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവര് ഒരുപാട് കള്ളം പറയും. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും കള്ളം പറയുന്നതായിട്ട് കാണാം. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കള്ളം പറയുന്നവര് സ്വാഭാവികമായിട്ടും വലിയ വലിയ കാര്യങ്ങളിലും കള്ളങ്ങൾ തന്നെയായിരിക്കും പറയുന്നത്. ഇവരുടെ 3ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇവർ ഒരുപാട് മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയുകയും ഇവര് ആൾക്കാരെ ജഡ്ജ് ചെയ്യുകയും ചെയ്യും. ആളുകളുടെ പിന്നിൽ നിന്നും അവരെ കുറ്റം പറയുന്ന സ്വഭാവം ഇങ്ങനെയുള്ളവർക്കുണ്ടാവും. മറക്കരുത്, ഇന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്നവര് നാളെ നിങ്ങളായിരിക്കും അവരുടെ ഇര. നിങ്ങളെക്കുറിച്ചായിരിക്കും അവർ കുറ്റം പറയാൻ പോകുന്നത്. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേ ഡോണ്ട് കീപ് പ്രോമിസസ്. അവർ നമുക്ക് വാക്ക് തരും, ഐ വിൽ ബി ദെയർ ഫോർ യു, നിനക്ക് എന്താവശ്യം വന്നാലും ഞാൻ കൂടെ കാണും, ഞാൻ നിനക്കൊപ്പം ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ നമുക്കൊരാവശ്യം വരുമ്പോൾ ഇവർ ഒരിക്കലും കൂടെ നിൽക്കില്ല. പിന്നീട് നമ്മൾ അവരോട് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നത്, അവർ പലതരത്തിലുള്ള എക്സ്ക്യൂസസ് പറയും. ആ റീസൺ കൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ് എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റാഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറും. 5ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദേ കാൺട്ട് സേ സോറി. അവരൊരിക്കലും സോറി പറയില്ല. അവരുടെ ഈഗോ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. ഇപ്പൊ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അവർ ആ തെറ്റ് സമ്മതിക്കുകയോ ഒരിക്കലും ക്ഷമ ചോദിക്കാൻ ഇങ്ങനെയുള്ളവര് തയ്യാറാവില്ല. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവര് ഭയങ്കര സെൽഫിഷ് ആയിരിക്കും. അവരുടെ നേട്ടത്തെ പറ്റി മാത്രമേ ചിന്തിക്കൂ. അവരുടെ ഈ ഒരു ജേണിയിലെ വെറും ഒരു ടൂള് മാത്രമായിരിക്കും നിങ്ങൾ. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് they give fake smiles and compliments. നമ്മളോട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഇവര് അഭിനയിക്കും, പക്ഷേ ഇവരുടെ എനർജി എന്ന് പറയുന്നത് ഫേക്ക് ആയിരിക്കും. ഇവര് പറയുന്നതും ഇവർ ഫീൽ ചെയ്യുന്നതും തമ്മിൽ അലൈൻഡ് ആവില്ല. ഇവരുടെ 8ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് they hide too much. ഇവരൊരിക്കലും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലേക്ക് വരില്ല, ഒന്നും മനസ്സ് തുറന്ന് അങ്ങോട്ട് പറയില്ല. ഇവരൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവർ വളരെ വേഗമായിട്ടായിരിക്കും ആൻസർ തരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന വ്യക്തികളായിരിക്കും. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദേ കോൺസ്റ്റന്റ്ലി ക്രിട്ടിസൈസ് അതേഴ്സ്. ഇവര് മറ്റുള്ളവരെ എപ്പോഴും വിമർശിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കും, കാരണം താൻ വലിയ സുപ്പീരിയർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി. നെഗറ്റീവ് വാക്കുകളാണ് ഇങ്ങനെയുള്ളവരുടെ ആയുധം. 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യു ഫീൽ അൺകംഫർട്ടബിൾ അറൗണ്ട് ദം. ഇങ്ങനെയുള്ള ആളുകളോട് സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ട് ഒരു സന്തോഷമില്ലാത്ത, ഒരു സമാധാനമില്ലാത്ത അവസ്ഥ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയുള്ള വ്യക്തി നിങ്ങൾക്ക് ചുറ്റുമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ പറയണേ. ആളുകളെ കണ്ണടച്ച് വിശ്വസിച്ച് നമ്മളെല്ലാം മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ് അത്രയും സ്നേഹം കൊടുത്തിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നുപോയ വ്യക്തികളുണ്ടോ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ പറയണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ടീച്ചറമ്മ ഇനിയും ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ള ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ടീച്ചറമ്മ അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിലാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ.